ഇന്നത്തെ നമ്മുടെ വീഡിയോയെ ഒരു കുഞ്ഞി വർക്കാണ് കേട്ടോ. വെൽഡിങ് പണിക്കാരായിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിട്ടേരെ. ഇത് ചെറിയ മുതൽ മുടക്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞി വർക്ക് ഏരിയകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏകദേശം എന്നാ മുടക്കാകുമെന്ന് അല്ലെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് തന്നെ വീട്ടിലൊരു മെഷർമെൻറ്റ് എടുത്ത് തന്നെ നമുക്ക് ഏകദേശം എന്നാ ബഡ്ജറ്റിൽ ഒരു ചെറിയ വർക്ക് ഏരിയ അല്ലെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് തുണിയൊക്കെ ഉണക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലം നമുക്ക് ഷീറ്റ് ഇട്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായ രീതിയിൽ ഒരു കുറച്ച് ഭാഗം നമുക്ക് ഷീറ്റ് ഇട്ടെടുക്കണമെങ്കിൽ എന്നാ മുടക്കാവുമെന്ന് ഒരു കണക്ക് കൂട്ടാനുള്ള ഒരു എളുപ്പ മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഏറ്റവും നല്ല മെറ്റീരിയൽ ഇട്ട്, അതായത് അപ്പോളോയുടെ പൈപ്പും JSW കളർ ബ്രഷ് എന്ന ഷീറ്റും യൂറോഗാർഡിൻ്റെ സ്ക്വയർ പാത്തിയും അതുപോലെ തന്നെ GAയുടെ റൗണ്ട് പൈപ്പ് 1.5 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പും ഉപയോഗിച്ചാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം എന്ത് മുടക്കാവുമെന്ന് അറിയാനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷീറ്റ് ഇടേണ്ടതായിട്ടുള്ള ഭാഗത്തെ അതിൻ്റെ വീതി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് 6 അടി വീതിയാണ് ഇതിൻ്റെ ഉൾഭാഗം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 8 അടിയുടെ ഷീറ്റാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 8 അടി ഷീറ്റിനെ നമ്മൾ നീളം മുഴുവൻ ഇട്ടേക്കുന്നത് 10 മീറ്ററാണ്. അപ്പോൾ 10 മീറ്ററിനെ നമ്മൾ ഫീറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പം 33 അടീനെ 33 × 8 എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ 264ആണ്. ആ 264നെ 120 കൊണ്ട് ഗുണിക്കുക കേട്ടോ. 120 നമുക്ക് ഏകദേശം ഇപ്പോഴത്തെ മെറ്റീരിയൽ റേറ്റും നമ്മുടെ ലേബർ ചാർജ് എല്ലാം അടക്കം വരുമ്പോൾ ഒരു 120 ആണ് വരുന്നത്. വൺ സൈഡ് റൂഫിങ്ങിൻ്റെ ആട്ടോ ഉദ്ദേശിച്ചത്. ഇതുപോലെ ചാർത്തിനെയാണ് ഉദ്ദേശിച്ചത്, ബാക്കിയുള്ള വർക്കുകളുടെ ഒന്നുമല്ല. ഇതുപോലെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വർക്കിൻ്റെ ഇക്വേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 120 അതിൻ്റെ റേറ്റ്. നമുക്ക് ഏകദേശം കണക്ക് കൂട്ടേണ്ടത് 120നെ നമുക്ക് വന്നിരിക്കുന്ന ആ സ്ക്വയർ ഫീറ്റിൻ്റെ 264 8 അടി ഷീറ്റിൽ നമ്മൾ 10 ഷീറ്റ് ഇട്ടപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന 264നെ 120 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് ഏകദേശം 31 രൂപയാണ് ഇതിന് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ നമ്മളത് കണക്ക് കൂട്ടേണ്ടത്. നമ്മൾ 6 അടിയുള്ള ഉള്ളു സ്പേസ് കിട്ടുന്നിടത്ത് ഏറ്റവും കുറഞ്ഞത് 8 അടിയെങ്കിലും ഇടണം. 8 അടിയിലേക്ക് മുകളിലേക്ക് നമുക്ക് ഇടാവുന്നതാണ്. നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ കമ്പനി ഇതിന് ഷീറ്റ് വരുന്നത് 6 അടി മുതലാണ്. 6, 8, 10, 12, 14, 16 അങ്ങനെ ഈ രണ്ട് വെച്ച് കൂടിയാണ് അതിൻ്റെ ഷീറ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 6 എന്നുള്ള സ്ഥലത്ത് നമുക്ക് 7 അടിയുടെ ഷീറ്റാണ് ഇടുന്നെങ്കിൽ, അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ ഇതിന് ഉപരി ഒറ്റസംഖ്യ വരുന്നെങ്കിൽ 9 അടിയുടെ ഷീറ്റോ വലിയ 11 അടിയുടെ ഷീറ്റോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 24 അടിയുടെ ഷീറ്റ് വരെ അവൈലബിൾ ആണ്. അതിൻ്റെ നമുക്ക് നേരെ നടുഭാഗം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ 24 അടിയുടെ നടുഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 അടി നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ 22 അടിയുടെ മേടിച്ച് കഴിഞ്ഞാൽ 11 അടി കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു പണിക്കാരനെ നമുക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല, നമുക്ക് ഏകദേശം എന്ത് മുടക്കാവുമെന്ന് അറിയണമെങ്കിൽ ഈ ഒരു മാർഗം സ്വീകരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉൾഭാഗം എത്രയാണെന്ന് ആദ്യം നോക്കുക. അവിടുന്ന് ഏറ്റവും കുറഞ്ഞത് 2 അടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പാത്തിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ 2 അടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലുപരി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ളൊരു തുകയല്ല ഞാൻ പറഞ്ഞത്, ഏകദേശം ഒരു കണക്കാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാതെ ഇതിന് കമൻ്റ് ഒന്നും ആരും ഇട്ട് ദയവായിട്ട് എന്നെ തെറിയൊന്നും വിളിച്ചേക്കരുത്. ഇത് എല്ലായിടത്തും നമുക്ക് പോസിബിൾ അല്ല. കാരണം 10 അടിക്ക് മുകളിലേക്ക് വരുന്നിടത്തൊക്കെ നമുക്ക് വലിയ പൈപ്പുകളെല്ലാം ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിപ്പം ചെയ്തിരിക്കുന്നത് 8 അടിയുടെ ഷീറ്റാണ്. മാക്സിമം 10 അടി വരെ നമുക്ക് ചെറിയ പൈപ്പുകളൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 10 അടിക്ക് മുകളിലേക്ക് വരുന്നിടത്ത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ചെല്ലാം ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട്